നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും ചൂടുപിടിക്കുകയാണ്. നമുക്കറിയാം, കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇന്നലെ UDF-ൻ്റെ കൺവെൻഷനുമായി അനുബന്ധിച്ച് UDF-ൻ്റെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം, അത് എടുത്ത് വലിയ വിവാദമാക്കിക്കൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പരാമർശത്തെ ഒറ്റൊരു UDF-കാരന് പോലും, UDF നേതാക്കന്മാരായിക്കോട്ടെ സാധാരണ പ്രവർത്തകരായിക്കോട്ടെ ആരും ന്യായീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയുണ്ടായില്ല. വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ ബഹുമാനപ്പെട്ട ലിജു തന്നെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. തുടർന്ന് എല്ലാ UDF-ൻ്റെ സൈബർ ഹാൻഡിലുകളും നേതാക്കന്മാരും എല്ലാവരും തന്നെ ആ വിഷയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും പകരം UDF-ൻ്റെ ചെയർമാനായിട്ട് പുതിയ ആളെ നിയമിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്തരൊരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ UDF അതിവേഗം തന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ്. ഇത്തരം മുൻകാലങ്ങളിലുള്ള പല വിഷയങ്ങളും, ഏറ്റവും ഒടുവിൽ ഒരു MLA-യുടെ വിഷയത്തിലൊക്കെ നമുക്കറിയാം, ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തന്നെ UDF നടപടിയെടുത്തിട്ടുണ്ട്, അത്തരം ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ സമാന വിഷയത്തിൽ ഇന്ന് പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ മോശമായ പരാമർശം നടത്തിയേ എന്ന് പറഞ്ഞുകൊണ്ട് കായംകുളത്തിൻ്റെ ഇപ്പോഴത്തെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും പത്രസമ്മേളനം നടത്തി സ്ഥാനാർത്ഥി ഒരു കരയുന്ന സീൻ കണ്ടു. അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിൽ പോലും നമ്മളാരും ആ ഒരു പ്രസ്താവനയെ ആരും സപ്പോർട്ട് ചെയ്യുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ മോശം പരാമർശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് എല്ലാവരും തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഈ സ്ഥാനാർത്ഥി, LDF-ൻ്റെ സ്ഥാനാർത്ഥി തന്നെ അവർ MLA ആയിട്ടിരിക്കുമ്പോൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ അവർക്കെതിരെ വാർത്ത കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം, വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ ശരീരം വിറ്റ് ഉള്ള പണിക്ക് പോയിക്കൂടെ എന്നുള്ള പരാമർശം വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും അവരുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റു പല ആളുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഈ UDF-ൻ്റെ നേതാവ് പറഞ്ഞ കാര്യത്തേക്കാൾ ഭയാനകമായ രീതിയിൽ, വളരെ മോശമായ രീതിയിലാണ് വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം വനിതയായിട്ടുള്ള ഒരു MLA ആക്ഷേപിച്ചത്. ആ MLA ആണ് ഇപ്പോൾ ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തി കരയുന്നത്, എന്നെ മോശമായി ചിത്രീകരിച്ച് എന്നെ മോശക്കാരിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത്. അന്ന് അവർ നടത്തിയ പ്രസ്താവനയെ ഏതെങ്കിലും CPM നേതാക്കന്മാർ തള്ളിപ്പറയുകയോ LDF-ൻ്റെ നേതാക്കന്മാർ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകർ പോലും തള്ളിപ്പറയുകയോ ചെയ്യുകയുണ്ടായില്ല. നാളെ ദൂരെ ഈ നിമിഷം വരെ MLA ആ പരാമർശത്തെ സംബന്ധിച്ച് ക്ഷമാപണം പോലും നടത്താൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വിഷയം, തൻ്റെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മീഡിയ വൺ ലേഖകനും നമ്മുടെയൊക്കെ കായംകുളക്കാരും കൂടിയായിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തായ ഷൈജുവിനെ മതം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച സംഭവം, ആ വീഡിയോയും ഇപ്പം വൈറലാണ്, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ മോശം പരാമർശം നടത്തിയ ആളാണ് കായംകുളത്തിൻ്റെ ഇപ്പോഴത്തെ LDF-ൻ്റെ സ്ഥാനാർത്ഥി. മാത്രമല്ല, ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത കായംകുളത്തിൻ്റെ ജനകീയ സമരസമിതിയെ, ആ സമരസമിതി നേതാക്കന്മാരെ പിതൃശൂന്യർ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ലൈവ്, അവരുടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട Facebook പേജിൽ ലൈവ് ഇട്ട വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല, അത് പേജ് തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പിതൃശൂന്യ പരാമർശം വരെ നടത്തി ആക്ഷേപിച്ച ഒരാൾ, അങ്ങനെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട DYFI സഹാക്കന്മാരെ പോലും ആക്ഷേപിച്ച ഒരാൾ, ആ ആളാണ് ഇന്ന് വലിയ സദാചാര പ്രസംഗം നടത്തുന്നത്. അവർ മാത്രമല്ല, LDF-ൻ്റെ സഹാക്കന്മാരടക്കം എല്ലാവരും അയ്യോ സ്ത്രീകളെ ആക്ഷേപിച്ച്, സ്ത്രീകളെ മോശക്കാരാക്കി, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്നൊക്കെ പറയുമ്പോൾ MM മണിയും വിജയരാഘവനും അതുപോലുള്ള ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവർ നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, വീഡിയോ ആയിട്ട് യൂട്യൂബിലും മറ്റും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് സമീപനമാണ്, കാപ്പട്യമാണ് ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർ നടത്തുന്ന പ്രചരണം പോലും അന്ന് കഴിഞ്ഞ 2021 നിയമസഭാ ഇലക്ഷനുകൾ കായംകുളത്ത് മത്സരിച്ച UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കുമാരി ഹരിതാ ബാബുവിനെ വളരെ മോശമായ രീതിയിൽ അവർക്ക് പാല് ക്ഷീരകർഷകൻ്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് അത് വലിയ ഹൈപ്പ് ചെയ്ത് മാധ്യമങ്ങളെടുത്ത് കാണിക്കുകയുണ്ടായി. അത് വെച്ചുകൊണ്ട് പാൽക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ മോശമായിട്ട് ആ സ്ഥാനാർത്ഥിയെ വരെ മോശക്കാരിയാക്കിയ ആളുകളാണ് ഇന്ന് വലിയ സദാചാര പ്രസംഗം നടത്തി പ്രതിഭയെ ആക്ഷേപിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് UDF-നെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഇതൊക്കെയാണ് അവർ കപട സദാചാര പ്രസംഗം എന്ന് പറയുന്നത്.
ഒന്നുകിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആളുകൾ ചെയ്ത തെറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ മേൽ വിരൽ ചൂണ്ടുവാൻ. അതിൽ തയ്യാറാകാതെ ഞങ്ങൾ അന്തസ്സോടെ, ഞാനടക്കമുള്ള UDF പ്രവർത്തകരും നേതാക്കന്മാരും അന്തസ്സോടെയാണ് പറയുന്നത്. ഞങ്ങൾ വളരെ അതിവേഗം തന്നെ ഈ വ്യക്തിക്കെതിരെ നടപടിയെടുത്തു, ആ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. ഞങ്ങളാരും അയാളുടെ പരാമർശത്തെ ന്യായീകരിക്കുക, സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളുടെ പേരിൽ സദാചാരം പ്രസംഗിക്കുന്ന സഹാക്കന്മാർ ആദ്യം നിങ്ങളുടെ ആളുകളെ തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തിനു പറയുന്നു, ഇപ്പം നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ കഴിഞ്ഞുപോയ നിലവിലെ MLA പ്രതിഭ തന്നെ മുൻപ് നടത്തിയ പരാമർശങ്ങൾ അവരാദ്യം മാപ്പ് പറഞ്ഞ് അന്തസ്സുള്ള ആളാണെങ്കിൽ മാപ്പ് പറയട്ടെ, എന്നിട്ട് വേണം ഈ UDF നേതാവിനെതിരെ സംസാരിക്കാൻ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കായംകുളത്തെ പൊതുജനങ്ങൾ, കായംകുളത്തിൽ നിന്നല്ല കേരളത്തിൻ്റെ സംസ്കാര ബോധമുള്ള പൊതുജനങ്ങൾ ഇത് കാണുകയാണ്. അവർ കണ്ട് വിലയിരുത്തട്ടെ.